ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സൺഷൈൻ മമ്മ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് തന്നെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 1 മന്തിനപ്പുറമായി. ഭയങ്കര തിരക്കായിപ്പോയി. എപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയണേ. പക്ഷെ ഇപ്രാവശ്യം തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം പോലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിപ്പോയി. അതായത് ഒരു വർക്ക് ചേഞ്ച് വന്നു. അപ്പം പഠിക്കാനും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും അതിലൊക്കെ എനിക്ക് കുറച്ചധികം പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നത് കൊണ്ട് എനിക്ക് ഇത് കുറച്ച് മാറ്റി വെക്കേണ്ടി വന്നതാണ്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഒരു നല്ല ഫീലല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. മെൻ്റലി ആണെങ്കിലും അങ്ങോട്ട് ഒരു ഹെൽത്ത് വൈസ് ആണെങ്കിലും ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ ഫോർ പാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ പോസ് ഫ്രം എവറിത്തിങ് ടുഡേ. ഇന്ന് ഞാൻ ഒരു ലീവ് ഡേ ആണ്. ഇന്ന് ഞാനൊരു ലീവ് എടുത്തിരിക്കുകയാണ്. ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വ്ളോഗിങ്. അത് ഞാൻ കുറേ നാളുകളായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ ഇന്ന് ചെയ്യും. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം മൊത്തം ഞാൻ എടുക്കാൻ നോക്കാം. പിന്നെ ബാക്കി ഈസിയായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതും പിന്നെ വീട്ടുകാര്യങ്ങളും കുക്കിങ്ങൊക്കെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരു ഡേ ബൈ ഡേ എൻ്റെ റൊട്ടീനിൽ അങ്ങ് അലിഞ്ഞു ചേർന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ചെയ്യും. ആൻഡ് പിന്നെ ഇസയുടെ സ്കൂള് തുറക്കാറായി. അപ്പോൾ അവൻ്റെ ബുക്സൊക്കെ റാപ്പ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിലുണ്ടാകുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുന്നതിനേക്കാളും കൂടുതലും ആ ഒരു ദിവസത്തെ കുറേ വീഡിയോസും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഒരു വോയിസ് ഓവറും ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ഈ ടോഡ്ലർ പേരൻസിന്, അതായത് കുഞ്ഞിനെ ആ ഒരു ദിവസം നോക്കാൻ ആരാണോ ഓണർഷിപ്പ് എടുക്കുന്ന ആ ഒരു പേരൻറ്റിന് ലീവ് എടുത്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിപ്പോൾ നമുക്ക് എത്ര വയ്യെങ്കിലും ഇല്ല നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിലും. കാരണം കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അതും ഈ ഒരു ടോഡ്ലർ ഏജിലുള്ള പിള്ളേർക്ക് ഭയങ്കരമായി അവർ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് ടോഡ്ലർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ലീവ് എടുത്ത് ഇരുന്നാൽ പോലും നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ പുറകെ ഓടാനേ സമയം കാണുള്ളൂ. കാരണം ഒന്ന് കണ്ണ് തെറ്റിയാൽ എന്താണ് അവൻ്റെ കയ്യിലിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമാണ്. ടോഡ്ലർ പാരൻസിന് ഇത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതിലേറ്റവും ഭംഗിയായിട്ടുള്ളൊരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ, അവർ എല്ലാ കാര്യങ്ങളിലും നമ്മളോടാണ് ഹെൽപ്പ് ചോദിക്കുന്നത്. നമ്മളടുത്തൊരു വലിയ ഡിപ്പെൻഡൻസി ഉള്ള ഒരു പ്രായമാണത്. അപ്പോൾ നമുക്ക് എനിക്കിത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്നറിയില്ല. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടിയ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ ഒരു ടോഡ്ലർ സ്റ്റേജ് വിറ്റ്നസ് ചെയ്യുക, അപ്പം അവർക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഓരോ മൊമെൻറ്റും നമ്മളെല്ലാ പേരൻസും എൻജോയ് ചെയ്താണ് ചെയ്യാറല്ലേ. പക്ഷെ ചില സമയം ടയറിങ് ആയിരിക്കും. എന്നാൽ പോലും നമ്മൾ കൂടുതലും അവരുടെ ആ ഒരു ഗ്രോത്തിനെ വിറ്റ്നസ് ചെയ്യുമ്പോൾ അറ്റ് ടൈംസ് നമ്മൾ ഭയങ്കര പ്രൗഡാകുകയും അറ്റ് ടൈംസ് നമ്മൾ അയ്യോ പെട്ടെന്ന് ഇവർ വളർന്നു പോവുകയാണല്ലോ. കാരണം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രസവിച്ചതേ ഉള്ളൂ, ഇത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരുകയാണോ എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പോൾ ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമ്മുടെ ലൈഫിൽ തന്നെ. ആൻഡ് ഒരു സ്പെഷ്യൽ സ്റ്റേജ് തന്നെയാണ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഹെൽപ്പ് ഇല്ലാതെയൊക്കെ ഇവർ ഓരോന്നും ചെയ്തു തുടങ്ങുമ്പോൾ പിന്നെ അവർക്ക് അവരുടേതായൊരു ലോകം അവർ തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങും. ഇപ്പം ആക്ച്വലി അവരുടെ ലോകം എന്ന് പറയുന്നത് അതിലൊരു 75-80% നമ്മൾ തന്നെയാണല്ലേ. പിന്നെ ഇനി അവർ തന്നെത്താനെ ഓരോന്നും ചെയ്തു തുടങ്ങുമ്പോഴാണ് അവരുടേതായിട്ടുള്ള കുറേ തീരുമാനങ്ങൾ, അവരുടേതായിട്ടുള്ള കുറേ ചിട്ടകൾ അതൊക്കെ അവർ വരുത്താൻ പോകുന്നത്. ഇന്ന് ഞാനപ്പോൾ വീട്ടിൽ നിൽക്കുന്നൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഇസിക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഓഫീസിൽ പോകുന്ന തിരക്കിലൊന്നും അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഫുഡൊന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിയാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവന് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൊടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യമേ രാവിലെ എഴുന്നേറ്റ ഉടനെ ചിക്കൻ കറിക്കുള്ളതെല്ലാം ആക്കി. കാരണം ബ്രേക്ക്ഫാസ്റ്റിനും ചിക്കൻ കറി തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ ഉടനെ ചിക്കൻ കറിക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട്
പിന്നെ ഇനി ലഞ്ചിനുള്ളതൊക്കെ നോക്കണം. അപ്പം ഓൾറെഡി ഞാൻ ചിക്കനെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാൻ ഉള്ളി ഒന്ന് വേഗം വഴറ്റി പിന്നെ അതിന് ശേഷം ചിക്കൻ കഴുകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയ ചിക്കനിൽ എന്താണെന്നറിയില്ല, നല്ലോണം അഴുക്കുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം കഴുകേണ്ടി വന്നു അതിൻ്റെ ആ ഒരു അഴുക്കങ്ങോട്ട് മാറാൻ. അപ്പോൾ ഈ സമയത്തെല്ലാം ഇസീനെ ഞാൻ ടി വി ഇട്ട് കുറച്ചൊന്ന് സെറ്റിലാക്കി ഇരുത്തിയിട്ടാണ് ഈ കിച്ചൺ പണിയൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ കുറച്ച് കളേഴ്സൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ കളേഴ്സ് എൻ്റെ കണ്ണ് തെറ്റിയാൽ അതൊക്കെ എടുത്ത് ചുമരിൽ വരയ്ക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ സൂപ്പർവിഷനോ എൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ ഇപ്പോൾ അങ്ങനെ ഞാൻ കളേഴ്സും ക്ലേയും സ്ലൈമും ഒന്നും കൊടുക്കാറില്ല. അത് കഴിഞ്ഞ് ഞാൻ അവന് കഴിക്കാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പെട്ടെന്നൊരു ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയാണല്ലോ രാവിലെ എളുപ്പം. പിന്നെ എന്നും അവൻ കഴിച്ചു മടുത്തു. അവൻ ഇതുവരെ ആക്ച്വലി പറഞ്ഞിട്ടില്ല ദോശ മടുത്തു എന്നുള്ളത്. എന്നാലും ഞാനുണ്ടാക്കി മടുത്തു തുടങ്ങിയിട്ടുണ്ട് ദോശ. അപ്പം എന്തായാലും അവൻ കഴിച്ചു മടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഞാൻ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു, തുണിയൊക്കെ കഴുകാനൊക്കെ ഇട്ടു. ആ സ്നിപ്പെറ്റ്സ് ഒന്നും ഞാൻ ആക്ച്വലി വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഉള്ള പരിപാടികളെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് സമയം അവനായിട്ട് സ്പെൻഡ് ചെയ്യുക, പിന്നെ അങ്ങോട്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ ഇക്ക എന്നെ കുറച്ച് സമയം വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ആ ഒരു തക്കം നോക്കി ഇസി ഞങ്ങളാരും അറിയാതെ ബാത്റൂമിനകത്ത് കയറിയിരിക്കുകയാണ്, ബക്കറ്റിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോന്ന് ഇവൻ ഞങ്ങളുടെ കണ്ണ് തപ്പുമ്പോൾ ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മേജർലി എനിക്ക് തീരെ ഞാൻ ടയേർഡായി, എനിക്ക് ഒട്ടും വയ്യാത്തതുപോലെ ആയി. അപ്പം ഞാൻ ഫുൾ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് തീരെ അങ്ങ് വയ്യാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ രാത്രിയാണൊന്ന് ഞാൻ എഴുന്നേറ്റ് രാത്രിയത്തെ ഡിന്നറും കഴിച്ച് ഇസിയുടെ ബുക്സ് എല്ലാം റാപ്പ് ചെയ്യാനിരിക്കുകയാണ് ഞങ്ങൾ. ഇസിക്ക് ജൂൺ 5 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഒരാഴ്ചയും കൂടെ ഉള്ളൂ, അപ്പോൾ എല്ലാ ബുക്സ് എല്ലാം ഒന്ന് റാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഇസി എൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനും റാപ്പ് ചെയ്യണം, അവനും സ്റ്റേപ്ലർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേപ്ലർ ചെയ്യുന്നത് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റേപ്ലർ പിൻ മാറ്റിയിട്ടാണ് അവന് കളിക്കാൻ കൊടുത്തിരുന്നത്. പിന്നെ അതിന് ശേഷം അവൻ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ അതിൽ സ്റ്റേപ്ലർ പിൻ ഇട്ടിട്ട് പിന്നെ അവൻ്റെ റാപ്പ് ചെയ്യുന്ന ബുക്സ് എല്ലാം സ്റ്റേപ്ലർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം കുറച്ചൊരു സെറ്റിക്കായാണ് റാപ്പ് ചെയ്ത് തന്നത്. പിന്നെ അതിന് ശേഷം ഒക്കെ കുറച്ച് ജോലി തിരക്കിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളിരുന്നങ്ങ് റാപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത് ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത് കഴിഞ്ഞ് രാത്രി ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല മഴയുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ പേഴ്സണലി നമ്മുടെ ട്രിവാൻഡ്രത്ത് ഭയങ്കരമായ മഴയും കാറ്റും ഒക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ ബുക്കെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഭയങ്കര കാറ്റും ഒക്കെ ആയി തുടങ്ങി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇസീൻ്റെ കുറച്ച് അവൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്കങ്ങ് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.